സൂപ്പർ, എന്തൊരു ആശ്വാസം. ഒരു വലിയ മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ട് അല്ലടോ? അങ്ങനെയൊന്നുമില്ല, പൂർണ്ണമായിട്ടും ആശ്വസിക്കാറായിട്ടില്ല. പത്മയെ തിരികെ കിട്ടിയെങ്കിലും അവളിപ്പോഴും നമ്മുടെ കയ്യെത്താ ദൂരത്താ, മറ്റൊരു സ്റ്റേറ്റില്. അവിടെ ഇനി എന്ത് അതിക്രമം നടക്കുന്ന അറിയില്ല. അതിനിടെ നമ്മള് SP കണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. അത് ശരിയാ, പക്ഷെ എന്നാലും ഒരെന്നാലും ഇല്ല. താൻ ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. കാര്യങ്ങൾ കൈവിട്ട് പോയിന്ന് കരുതിയെടുത്തുന്ന് നമ്മള് ഇതുവരെ എത്തിയില്ലേ? ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തോ അറിയില്ല, എന്റെ മനസ്സിൽ എന്തോ അരുതാത്ത സംഭവിക്കാൻ പോകുന്ന പോലെ പിന്നെയും ഒരു തോന്നല്. എന്തോ പറ്റി? എന്താ പെട്ടെന്നൊരു നെഗറ്റീവ് തോട്ട്? അറിയില്ല, എന്തോ മനസ്സിലിങ്ങനെ ഒരു തോന്നല്. പോരാത്താനെ ഇങ്ങോട്ട് പോരും വഴി 1-2 പ്രാവശ്യം എന്റെ വലങ്കണ്ണ് തുടിക്കുന്നുണ്ടായിരുന്നു. വലങ്കണ്ണ് തുടിച്ചെന്നോ? എന്ന് വെച്ചാ ഐ മീൻ, അങ്ങനെ കണ്ണു തുടിച്ചാൽ എന്താ പ്രശ്നം? അല്ല, പെൺകുട്ടികൾക്ക് വലങ്കണ്ണ് തുടിച്ചാൽ ദോഷഫലം വരുന്ന പണ്ടുള്ളവര് പറയാറ്. ആണോ? അപ്പൊ ആണുങ്ങൾക്കോ? ഒന്ന് പോ രാജീവേ, തമാശ പറയാതെ. രാജീവിന് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഈ പഴമക്കാര് പറയുന്നതിലൊക്കെ നല്ല വിശ്വാസം. അതിന് ഞാനും താനും പഴമക്കാരല്ലോ, നമ്മള് ന്യൂജൻ പിള്ളേരല്ലേ? ഓ തന്നെ പിള്ളേര്. അതെ, നമ്മള് രണ്ടുപേരും ഇപ്പൊ കെട്ടിയോനും കെട്ടിയോളൂ, അത് മറക്കണ്ട. പറയുമ്പോൾ അത് ശരിയാണല്ലോ. അപ്പോ ചെക്കനും പെണ്ണുന്നത് മാറ്റി മിസ്സിസ് ആൻഡ് മിസ്റ്റർ രാജീവ് അഞ്ജലി RAT. വാ, അതിന്റെ ആഘോഷത്തിനെ നമുക്കൊരു സെൽഫി എടുത്താലേ? ഞാൻ എടുക്കാം. ഇനി ഇവിടുന്ന് അമ്പാടി വിളിക്കുന്നു. ഞാൻ സ്പീക്കറിലിടാം. ഹലോ, നീ ഇതെവിടെയാ? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു? ഇടയ്ക്ക് തമിഴിലാണല്ലോ മെസ്സേജ് കേട്ടത്. നീ ഇതിനിടയ്ക്ക് ചെന്നൈയിൽ രജനീകാന്തിനെ കാണാൻ പോയത് തക്കല പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലാ. അവിടെ രജനീകാന്ത് അല്ല, പളനിസ്വാമിയാ SP ഓഫീസിലാ? അവിടെ എന്ത് കാര്യം? വേറെന്തിന്, നിന്റെ പെണ്ണിന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ 2 പാറാവുകാര് വേണമെന്ന് പറയാൻ. എടാ, ഞാനും അഞ്ജലിയും പോയി അവളെ നേരിട്ട് കാണുകയും ചെയ്തു. നേരിട്ട് കണ്ട? എവിടെ വെച്ച്? എങ്ങനെ ഉണ്ടാവക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ സംഭവിച്ചെന്ന് അവള് പറഞ്ഞ? അവളിപ്പോ എവിടെയാണുള്ളത്? ഹലോ ഹലോ ഹലോ, ഒന്ന് ശ്വാസം വിടുസ്. സാറിന്റെ പെണ്ണ് അവിടെ ഒരു മഠത്തിലെ അമ്മമാരോടൊപ്പം സുഖമായിട്ട് ഉണ്ടുറങ്ങി കഴിയുന്നു. അതിനകത്ത് കയറി ഒരുത്തനും അവളെ ഒന്നും ചെയ്യില്ല. എന്താ, അതുപോലെ? അത് മതി. അഞ്ജലി പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എനിക്ക് അവനെ അത്ര വിശ്വാസം പോരാ, അതുകൊണ്ട്. എടാ മഹാഭാവി അമ്പാടി, കുറുക്കമ്മൂല ജംഗ്ഷനില് തേരാപാര നടന്ന നിന്നെ പിടിച്ച് നെറ്റേഷ്യ സൊല്യൂഷൻസിന്റെ CEO അമ്പാടിയാക്കിയ എന്നെ തന്നെ നീ പരദൂഷണം പറയണം? വീടാളിയാ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. പിന്നെ നീ ഒന്നേ വാൽപ്പാറയിലോട്ട് വാ. എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്ത്. നമുക്കേ ഒന്ന് കാണണം, കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി ശരി, നമുക്ക് കാണാം. നീ ഫോൺ വെച്ചോ. ഓക്കെ, ശരി. അപ്പൊ ശരി, എന്നാ ഞാനങ്ങോട്ട് പോവാ. ആയിക്കോട്ടെ. അഞ്ജലി, അല്ല, സ്കൂട്ടറിന്റെ താക്കോലൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? പെട്രോളോ? പോയിട്ട് തിരികെ വരാൻ വയ്യ, അതുകൊണ്ടാ. ഒന്ന് പോയാ ഇവിടുന്ന്, കളിയാക്കാതെ. ശരി ശരി എന്നാ. അതെ, പത്മയെ കണ്ടെത്തുന്നതിന്റെ അടുത്ത ദിവസം രാജീവിന്റെ വീട്ടുകാർ എന്റെ വീട്ടിൽ വരുന്നൊരു വാക്കുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? അത് ഓർമ്മയുണ്ട്. താൻ ചെല്ല്, എല്ലാം നടക്കേണ്ട പോലെ നടക്കും. അങ്ങനെയല്ല, നല്ലതേ നടക്കാവൂ.
അപ്പൊ ശരി, ബൈ. ഈശ്വര, ഞാൻ എങ്ങനെ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയും കൊണ്ട് ഇവളുടെ വീട്ടിലേക്ക് പോകുന്നത്? കൊലപാതകം നടക്കുമല്ലോ. ആ ശരി, എന്തായാലും നമുക്ക് നോക്കാം. ശരി സാർ. ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യും. ഓ ആയിക്കോട്ടെ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എങ്കിൽ ശരി. ഹലോ ഹലോ തരകൻ, തരകൻ വിളിച്ചിരുന്നല്ലേ? ഞാനൊരു മീറ്റിംഗിലായിരുന്നു, ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അയ്യോ സാറേ, ഞാൻ സാറിനെ മാത്രമല്ല രാഘവനുണ്ണി സാറിനെയും വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ലൈനിൽ കിട്ടിയില്ല. സാർ ഇപ്പം വീട്ടില. താൻ കാര്യം പറ. അത് പിന്നെ സാറേ, ഒരു പ്രശ്നമുണ്ട്. രാഘവനുണ്ണി സാറിനെ ഒന്ന് അർജന്റായിട്ട് ലൈനിൽ കിട്ടണമായിരുന്നു. താൻ കാര്യം പറയടോ. സാറിനോട് ഞാൻ പറഞ്ഞോളാം. അത് പിന്നെ ആ പത്മൻ ജീവനോടെ ഉണ്ട് സാർ. ഏ എടോ, സത്യമാണോ താനീ പറയുന്നേ? അതെ സാർ. അവള് തമിഴ്നാട് ബോർഡറിലുള്ള ഏതോ ഒരു കന്യാസ്ത്രീ മഠത്തിലുണ്ടെന്നാണ് ലഭ്യമായ വിവരം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർത്തികിന്റെ കേസ് വീണ്ടും കുഴഞ്ഞു മറിയുമല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്ന? ഇനിയിപ്പോ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ അവൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൂടി ലഭിച്ചിട്ടുണ്ട്. വാട്ട്? അതെങ്ങനെ സാധിച്ചു? അറിയില്ല സാർ. ആ അഞ്ജലി വക്കീല് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. അവള് കമ്മീഷൻ ഓഫീസിൽ ചെന്ന് കമ്മീഷണറെ നേരിട്ട് കണ്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ അങ്ങനെ കൊടുക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോ നിർദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും വേണ്ടേ? ആ സ്ഥിതിക്ക് അവളതെങ്ങനെ സാധിച്ചു? ഒരു പിടുത്തവും കിട്ടുന്നില്ല സാറേ. പിന്നെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. എന്താ അത്? പത്മയുടെ ജീവൻ ആപത്തുണ്ടെന്നും അവള് ഏത് സമയത്തും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ട്. താൻ ഈ പറയുന്നത് നേരാണോ? വിവരം സോളിഡ് ആണല്ലോ അല്ലേ? സോളിഡ് ആയതുകൊണ്ടല്ലേ ഈ വിവരം സാറിനോട് ഞാൻ പറയുന്നത്. അപ്പോ കാര്യങ്ങളുടെ കിടപ്പോശം അങ്ങനാണല്ലേ? അപ്പോ അഡ്വക്കേറ്റ് അഞ്ജലി ഈ കണ്ടതും കാണിച്ചതൊന്നും അല്ല എന്ന് സാരം. അവളുടെ തനി സ്വരൂപം നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നതാണ് താൻ പറഞ്ഞു വരുന്നത്. അതെ സാർ. മനസ്സുകൊണ്ട് അവളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും സത്യം അതാണ്. അവളൊരു ഫയർ ബ്രാൻഡ് സാധനമാണ്. തൻ്റെ ഒരു ഫയർ താൻ വെച്ചോ. ഞാൻ ഏതായാലും ഈ കാര്യം രാഘവനുണ്ണി സാറിനെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. എന്നിട്ട് വേണം അവളുടെ ഫയർ അണയ്ക്കാൻ ഒരു ഫയർ എഞ്ചിൻ സംഘടിപ്പിക്കാൻ. ഇല്ല, കേസ് എന്നെടുക്കുന്നുള്ളത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ അടുത്ത സിറ്റിംഗ് ആകുമ്പോഴേക്കും ബെഞ്ച് മാറാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഏത് ബെഞ്ച് വന്നാലും ഒരേപോലെയല്ലേ. ഹലോ, എൻ്റെ ജൂനിയർ വിളിക്കുന്നുണ്ട്. ഞാൻ അയാളെ ഒരു പണി ഏൽപ്പിച്ചിരുന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. എന്തായടോ ഹരീന്ദ്ര, ഞാൻ പറഞ്ഞ കാര്യം താൻ ക്രോസ് ചെക്ക് ചെയ്തിരുന്നോ? ചെയ്തായിരുന്നു സാർ. അതെല്ലാം ഓക്കെയാണ്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അതെന്താടോ വേറെ പ്രശ്നം? സാറ് തരകൻ വിളിച്ചിരുന്നു. SI തരകൻ. അയാൾ എന്നെയും വിളിച്ചിരുന്നു. ഞാനെടുത്തില്ല. പല്ല നക്കാപ്പിച്ചേക്കും വേണ്ടിയിട്ടായിരിക്കും. ഇനി വിളിക്കുകയാണെങ്കിലേ താൻ എന്തെങ്കിലും കൊടുത്തങ്ങ് പറഞ്ഞയച്ചേക്ക്. അയ്യോ സാർ, അതിനല്ല അയാൾ വിളിച്ചത്. വേറൊരു സീരിയസ് മാറ്റർ പറയാനാ. സീരിയസ് മാറ്ററോ? എന്ത് സീരിയസ് മാറ്റർ? സാർ, അത് പിന്നെ ആ
പത്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. What? അതെ സാർ, അവൾ ജീവനോടെ തന്നെ ഉണ്ട്. ഇപ്പൊ തമിഴ്നാട് അതിർത്തിയിലെ ഏതോ ഒരു കന്യാസ്ത്രീ മഠത്തിലാ പത്മയുള്ളത്. കന്യാസ്ത്രീ മഠത്തിലോ? അതെങ്ങനെയാണോ? അറിയില്ല സാർ, തരകൻ പറഞ്ഞ വിവരം മാത്രമേ എനിക്കും അറിയൂ. പിന്നെ തരകൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതെന്താ? അത് പിന്നെ ആ പത്മയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുണ്ട്. താൻ എന്ത് വിവരക്കേടാണോ ഈ പറയുന്നത്? പത്മയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷനോ? അവളെന്താ ഇസഡ് കാറ്റഗറികളെ വല്ല VIP അങ്ങനെയാണോ പോലീസ് അകമ്പടി അവിടെ നടക്കാൻ? അല്ല സാർ, സംഗതി സത്യമാ. ആ അഞ്ജലി അവിടുത്തെ SP ഓഫീസിൽ നേരിട്ട് എന്ന് കണ്ട കാര്യങ്ങൾ നീക്കുപോക്കാക്കിയത്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് ഹരി? അവളെ SP ഓഫീസിൽ ചെന്ന് കണ്ടെന്ന് കരുതി വെറുതെ അങ്ങോട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണോ? അതും പത്മയെ പോലുള്ള ഒരു നരുന്ത് പെണ്ണിന്. സാർ, SP ഓഫീസിൽ ശരിക്കും നടന്ന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അറിഞ്ഞ വിവരം ശരിയാ. തരകൻ വിളിച്ചതിന് പിന്നാലെ ഞാൻ SP ഓഫീസിൽ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു. അതെങ്ങനെ സാധിക്കൂ ഹരി? ഒരു നോർമൽ സിറ്റീസിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ സർക്കാർ തലത്തിൽ ഉത്തരവുണ്ടാവണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ എങ്ങനെയാ ഒരു പത്മയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്? സാറേ, തരകൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എന്ത്? പത്മ ഏത് സമയം കൊല്ലപ്പെടാമെന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ പലതും മേ ബി ചിലപ്പോ ആ ഒരു വകുപ്പിലായിരിക്കാം. എന്നാലും ഹരി, എവിടെയോ എന്തൊക്കെയോ ചില ലിങ്കുകൾ മിസ്സിംഗ് ആണല്ലോ. സാർ, ഈ പത്മ ജീവനോട് തിരിച്ചു വരുന്നത് കാർത്തിക് കേസിൽ നമുക്കൊരു തിരിച്ചടിയാവില്ലേ? ആ, ഇരുതല മൂർച്ചകളുടെ ഒരു വാളാ അവള്. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. താനിപ്പോ വെക്കേ, എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. സാർ, സേതു, ഒരു ഗ്ലാസ് വെള്ളം കെടുത്തേ. രാഘവനാണല്ലോ. പുതിയ വല്ല പ്രശ്നവും പറയാനായിരിക്കും വിളിക്കുന്നത്. ആ, എന്താ രാഘവ? നമുക്ക് ആശ്വസിക്കാനും ആശങ്കപ്പെടാനും ഒരുപോലെ വകുപ്പുള്ളൊരു സംഗതി വീണ് കിട്ടിയിട്ടുണ്ട്. അതെന്താടോ പുതിയൊരു വള്ളിക്കെട്ട്? താൻ സസ്പെൻസ് ഇടാതെ കാര്യം പറയുന്നേ. അത് പിന്നെ എടോ, ആ പത്മ ജീവിച്ചിരിപ്പുണ്ട്. സത്യമാണോ താനീ പറയുന്നേ? അവള് ചത്തില്ലേ? ഇല്ല, അവള് തമിഴ്നാട് ബോർഡറിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിലുണ്ടെന്നാ ലേറ്റസ്റ്റ് വിവരം. എന്റെ ഈശ്വര! അല്ല, തന്നോട് ആരാ ഇത് പറഞ്ഞത്? അത് ആ തരകന ഹരിയെ വിളിച്ച് വിവരം പറഞ്ഞത്. കേരള പോലീസിന് ഒഫീഷ്യലായി വിവരം ലഭിച്ചിട്ടുണ്ട്. അല്ല, ഇതിലിപ്പോ ആശ്വസിക്കാൻ എന്തിരിക്കുന്നു? എനിക്കത് മനസ്സിലായില്ല. എടോ, പത്മയെ നമ്മളായിട്ട് കൊന്നില്ലെങ്കിലും കൊല്ലാൻ ആളെ വിട്ടത് താനും തന്റെ മകനും കൂടിയല്ലേ? അപ്പൊ പിന്നെ ഏത് സാഹചര്യത്തിൽ മരിച്ചാലും അത് കറങ്ങി തിരിച്ച് തന്റെ അടുത്ത് തന്നെ വരും. ഇതിപ്പോ അവള് ചത്തിട്ടില്ലെന്ന് ഉറപ്പായതോടെ ആ വിഷമം മാറി കിട്ടിയില്ല. അതാ ഞാൻ പറഞ്ഞത് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ടെന്ന്. അപ്പൊ പിന്നെ ആശങ്ക? അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയണോടോ തന്നോട്. എടോ, കാർത്തിക്കിനെതിരായ കേസിൽ അഞ്ജലി ഒന്നുകൂടി പിടിമുറുക്കും. ബാധിക്കപ്പെട്ട പെണ്ണ് തന്നെയല്ലേ കേസിലെ ഒന്നാം സാക്ഷി. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു, അത്ര തന്നെ. എടോ, ഈ പത്മ കോൺവെന്റിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു അറ്റംപ്റ്റ് നടത്തിയാലോ? ഇവിടുന്ന് വേണ്ട, നമുക്ക് തമിഴ്നാട്ടിലുണ്ട് ആൾക്കാര്. എടോ 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 മരമണ്ടൻ കുറുപ്പേ, താൻ അവിവേകമൊന്നും കാണിക്കരുത്. എടോ, ഈ പത്മ കോൺവെന്റിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു അറ്റംപ്റ്റ് നടത്തിയാലോ? ഇവിടുന്ന് വേണ്ട, നമുക്ക് തമിഴ്നാട്ടിലുണ്ട് ആൾക്കാര്. എടോ 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 മരമണ്ടൻ കുറുപ്പേ, താൻ അവിവേകമൊന്നും കാണിക്കരുത്. ഒരിക്കൽ പത്മയെ തീർത്ത് കെട്ടാൻ അതിർത്തിക്കപ്പുറം ആളെ വിട്ടതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല.
അതിനിടയിൽ താൻ പുതിയ ഏണിയൊന്നും എടുത്ത് വെക്കല്ലേ. എടോ, അതുമാത്രമല്ല, പത്മയ്ക്ക് ഇപ്പൊ അഞ്ജലി പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ടെന്നാ ലഭ്യമായ വിവരം. അതുകൊണ്ട് ഇപ്പൊ താൻ അതിബുദ്ധി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ഫോൺ വെച്ചേ. ആ അതെ, പിന്നെ പത്മ ജീവനോടെ ഉണ്ടെന്ന് കരുതി എടുത്തു ചാടി അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. അത് തന്റെ മോനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. അവനെ ഒരു ആവേശകുമാരനാ, അറിയാലോ. എന്താ കുന്തം, ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണെന്ന് നോക്കണേ. എടി, ലോകത്ത് ഒരു തന്തയും മക്കളെ കൊണ്ട് ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല. തലയിലെഴുത്ത് 2 എണ്ണം മുടിയാനായിട്ട്. കുറുപ്പ് സാറാണല്ലോ. ആ ഹലോ സാർ, നമസ്കാരം. നമസ്കാരമൊക്കെ താൻ തന്റെ തട്ടുപുറത്ത് കൊണ്ട് വെക്കടോ. എടോ, നാണം ഉണ്ടോടോ തരക തനിക്ക്? ആ പത്മയെ ഇപ്പൊ നേദിച്ചോണ്ട് വരാന്നും പറഞ്ഞോണ്ട് പോയിട്ട് എന്തായടോ അവിടെ? സാർ അത് പിന്നെ എന്തോന്ന് പിന്നെ? അവള് വേണ്ട എത്തേണ്ടടുത്ത് തന്നെ എത്തി. പോരാത്തതിന് ആ തലതെറിച്ച അഞ്ജലി വക്കീല് പോയിട്ട് അവക്ക് പോലീസ് പ്രൊട്ടക്ഷനും വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. തനിക്ക് തൃപ്തിയായല്ലോ അല്ലേ? സോറി സാർ, അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഓ, എന്റെ കണ്ടോളിലല്ല, തേങ്ങ കൊലയാണ്. എടോ, വാങ്ങിച്ച് നക്കിയ കാശിന് പോലും ഉപകാരമില്ലാത്ത തന്നെയൊക്കെ എന്തിനു കൊള്ളാവടോ? പോലീസാണെന്ന് പറഞ്ഞ് കാക്കി വിട്ടുകൊണ്ട് നടക്കുന്നു, യൂസ്ലെസ്. സാറേ പ്ലീസ്, സാർ അങ്ങനെയൊന്നും പറയരുത്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും സാറിന് ഞാൻ ഔട്ട് ഓഫ് ദി വേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സാർ എനിക്ക് അത്യാവശ്യം കാശും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ 2 പ്രാവശ്യം നാണം കെട്ട് മടങ്ങിയിട്ടും ഞാൻ പത്മയെ തപ്പി അഞ്ജലിയുടെ മടയിലേക്ക് ചെന്ന് കയറിയത്. സത്യം പറഞ്ഞ നാട്ടുകാരുടെ ആ അഞ്ജലി വക്കീലിന്റെ മുന്നിൽ നാണം കെട്ട് തൊലി ഉരിഞ്ഞിട്ടാണ് സാർ ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. എടോ, താൻ നാണം കെട്ടുമെന്ന് കരുതിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ, ഉണ്ടോ? സാറേ, സാർ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി കോപ്പാണ്. വെച്ചിട്ട് പോടോ അവന്റെ ഒരു പുളിച്ച വർത്തമാനവും പൂങ്കണ്ണീരും. ദേ, തന്നെ ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, പറഞ്ഞേക്കാം. ഇയാൾ എന്തായി പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തരകനാണല്ലോ. എന്താണ് തരക? സാർ, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. ആ, ഹരി പറഞ്ഞിരുന്നു. ആട്ടെ, ഇപ്പൊ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടോ പത്മയുടെ കാര്യത്തില്? ഇല്ല സാർ, അങ്ങനെ പറയത്തക്ക അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ആ പിന്നെ, ആ തക്കലയിലേക്ക് 2 പോലീസുകാരെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. തമ്പുരാട്ടിക്കുട്ടിയുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ? അതെ സാർ. ഹോ, നിങ്ങളുടെ പോലീസുകാരുടെ ഒരു ഗതികേട്, അല്ലാതെ എന്ത് പറയാനാ? ആഫ്റ്റർ ഓൾ, ഒരു വീട്ടുവേലക്കാരിക്ക് പാറാവ് നിൽക്കാനാണ് യോഗമെങ്കിൽ അത് ആർക്കും തടുക്കാനാവില്ലല്ലോ. അല്ല സാർ, ഞാനൊന്ന് ആലോചിച്ചപ്പോ അതിലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്ത് സാധ്യത? തക്കലയിലേക്ക് പുറപ്പെട്ട പോലീസുകാരിൽ ഒരാള് നമുക്ക് വേണ്ടപ്പെട്ട ആളാ. സാറ് പറയുകയാണെങ്കിൽ. നോ, അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഈ കേസ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇനിയിപ്പോ അതിനിടയിൽ താനായിട്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ശരി സാർ. ഇനി തനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സാർ അത് പിന്നെ എനിക്കിവിടെ 100 കൂട്ടം പണി തരുക. സാറേ, ഈ പത്മയെ ഞാൻ പിടികൂടാൻ പോയിട്ട് നടന്നില്ലെന്ന് പറഞ്ഞ് കുറുപ്പ് സാർ ആകെ കലിയിളകി നിൽക്കുക. ഇന്ന് രാവിലെ സാർ എന്നെ ഫോണിൽ വിളിച്ച് കുറെ ചീത്തയും പറഞ്ഞു. സർ, ആ ഇരിക്കും.
ഞാൻ എന്തൊക്കെ പറയുന്നത് സാർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. വക്കീൽ സാറിന് അറിയാലോ കാര്യങ്ങളൊക്കെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ വഴിവിട്ട കാര്യങ്ങളും നിയമവിരുദ്ധമായ സംഗതികളുമാ. അറിയാമല്ലോ. ആ അതൊക്കെ എനിക്കറിയാടോ. സാറ് തന്നെ എന്റെ കാര്യം സൗകര്യം പോലെ കുറുപ്പ് സാറിനോട് ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കലിപ്പൊന്ന് മാറ്റിത്തരണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റാണ്. കുറുപ്പ് പറഞ്ഞൊന്നും താൻ കാര്യാക്കണ്ട. അയാൾ അന്നേരത്തെ ദേഷ്യത്തിന് വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. താനത് വിട്. ഞാൻ കുറുപ്പിനോട് സംസാരിച്ചോളാം. ഓ വലിയ ഉപകാരം സാർ. ആ പിന്നെ താൻ ആ തക്കലയിലെ വിവരങ്ങളൊക്കെ എന്നെ അപ്പോൾ അറിയിച്ചേക്കണം. എന്നെ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ ഹരീനെ വിളിച്ചാലും മതി. ശരി സാർ. എന്തായാലും ഹരി? പത്മയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയ സാഹചര്യം ഞാൻ അന്വേഷിച്ചിരുന്നു സാർ. ആണോ? എന്നിട്ട്? നമ്മൾ സംശയിച്ചു തന്നെയാണ്. കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് പത്മയ്ക്ക് അനുകൂലമായിരുന്നു. മാത്രമല്ല ആ കമ്മീഷണർ പൊതുവെ ഒരു സ്ത്രീ പക്ഷപാതിയാണ്. പോരാത്തതിന് റവന്യൂ മിനിസ്റ്ററുടെ ബന്ധുവും. അപ്പൊ പിന്നെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലല്ലോ. ആ ഹുങ്കായിരിക്കും അവൾ കാണിച്ചത്. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അവളെ പോലീസോ പട്ടാളോ ആര് വേണമെങ്കിലും പോയി സംരക്ഷിച്ചോട്ടെ. പക്ഷേ കോടതിക്കകത്ത് അവളെ സംരക്ഷിക്കുന്നത് നിയമമാണ്. ആ നിയമം എങ്ങനെ വളച്ചൊടിക്കണമെന്നും കേസ് എങ്ങനെ അനുകൂലമാക്കി മാറ്റണമെന്നും ഈ രാഘവനുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം. പക്ഷെ സാർ, പത്മയുടെ ഈ പെട്ടെന്നുള്ള തിരോധാനവും അതിർത്തിയിൽ വെച്ചുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ കേസിൽ അഞ്ജലിക്കൊരു അഡ്വാൻറ്റേജ് നൽകില്ല എന്നൊരു സംശയം. അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ കേസിന്റെ ഭാവി ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചൊന്നും താൻ ചിന്തിക്കേണ്ട. മൈ അൾട്ടിമേറ്റ് എയിം ഈസ് ഓൺ ദി വെർഡിക്ട്. അന്തിമ വിധി. യെസ്, അത് ഞാൻ എനിക്ക് അനുകൂലമാക്കിയിരിക്കും. ഇനി കോടതിയിൽ ഈ കേസ് വിളിക്കുന്ന ദിവസം താൻ നോക്കിക്കോ. പഴയ വെല്ലുവിളി പ്രകാരം ഈ രാഘവനുണ്ണി അവളുടെ കറുത്ത കോട്ട് ഊരി വാങ്ങുമെന്നത് ഉറപ്പാണ്. എന്നിട്ട് വേണം ആ ഗൗണ് കൊണ്ടുപോയി അവളുടെ തന്ത ശിവരാമകൃഷ്ണന്റെ മുന്നിലിട്ട് കത്തിക്കാൻ. കത്തിക്കും ഞാൻ, തീർച്ചയായും. നിക്കടി അവിടെ. നിക്കടി അവിടെ. അനുപമ ഈ വീട്ടിൽ വന്നിരുന്നു. വന്നിട്ടൊരു കാര്യം പറഞ്ഞത് നീ ഒരു രഹസ്യ കല്യാണം കഴിച്ചെന്നാ. ഇനി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താകും.